ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതി. എവിടെ പോവാണെന്നല്ലേ, പുട്ടുണ്ടാക്കുമ്പോ ഞങ്ങൾ ഇന്ന് കേട്ടോ. പുട്ടിന് പഴമില്ല, പഴം വാങ്ങാൻ വേണ്ടി വന്നു. പുട്ടും പഴവും. രാവിലെ തന്നെ ഈ കാഴ്ച കാണാൻ നല്ല ഭംഗിയല്ലേ ഗായ്. നോക്കി, ഇന്ന അടിപൊളി പൂക്കളാന്ന് നോക്കി. പാലും കൂടി വാങ്ങണം. അങ്ങനെ ഒരു കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവിടെ കാണുമെന്ന് കരുതുന്നു. ഉണ്ട്. ഇതിലേതാണ്? ഇതാണ് നമുക്ക് വേണ്ട പാൽ. ഇവിടെ സാധാരണ ഗതിയിൽ തന്നെ എല്ലാവരും സ്വന്തം ദിനചര്യകളിലൊക്കെ മുഴുകി ഇങ്ങനെ നടക്കുകയാണ്. അല്ലാതെ ആരും കയറി മാളത്തിലൊന്നും ഒളിച്ചിരിക്കുന്നില്ല. കണ്ടില്ല ഒരു അപ്പൂപ്പൻ പോകുന്നത്. ഇന്നലെ ഞാനൊന്ന് പുറത്തിറങ്ങിയായിരുന്നു. ഇഷ്ടം പോലെ വണ്ടികളും ആൾക്കാരും കൊച്ചു പിള്ളേരും ഒക്കെ റോഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഞങ്ങളൊക്കെ ഒന്ന് പേടിച്ചു. അത് ഈ മാധ്യമങ്ങളിൽ കൂടെ കണ്ടിട്ട് തന്നെയാണെന്ന് പേടിച്ചു. ഇറാൻ ഭയങ്കര മാസ് പോലൊന്നും അല്ല, ഇറാൻ ഭയങ്കര സംഭവമാണ്, അടിച്ചു തൂക്കിക്കളയുന്നൊക്കെ അതൊക്കെ കേട്ട ആരാണേലും പേടിക്കത്തില്ലേ. പക്ഷെ അത്രത്തോളൊന്നും ഇല്ലായിരുന്നെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലായി. എല്ലാം തള്ള കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടി. കഴിഞ്ഞ തവണത്തെ വാറിൻ്റെ സമയത്ത് ഞാൻ ഈ മലയാളം ന്യൂസ് ചാനലുകളൊക്കെ കാണുമായിരുന്നു. അന്നേരമൊക്കെ അവർ പറയുന്നതിൽ നേരെ വിപരീതമാണ് നടക്കുന്നത്. അന്നേരമൊക്കെ ഒരു ക്യൂരിയോസിറ്റിയിൽ എല്ലാം കാണുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ന്യൂസ് ചാനലേ ഞാൻ ഇത്തവണ കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തള്ളായിരിക്കും. അത് കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇവിടെ എന്തോ വലിയ പ്രശ്നമാണ്. അതുവരെ ഞങ്ങൾക്ക് വലിയൊരു ഇതൊന്നുമില്ല. രാവിലെ തന്നെ 2 തവണ അലാറം അടിച്ചു. ഞങ്ങൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞങ്ങളങ്ങ് എവിടെയും പോയില്ല. ഞങ്ങൾക്ക് 10 ശക്കലിന് അപ്പൂപ്പനുണ്ടല്ലോ ഒരുപാട് പഴം തന്നു. പിന്നെ 2 കവറ് മല്ലിയിലയാണോ വേറെ പിത്രോസീലിയ എന്ന് പറയുന്ന ഒരു തോരനൊക്കെ വെക്കാം, നല്ല സൂപ്പറാ. ഇലയൊക്കെ തന്നു. 10 ശക്കലിന് ഇത്രയും പഴം തന്നു. പിന്നെ ഇത് തന്നു. പാലും വാങ്ങിച്ചു. ഞങ്ങള് പുട്ടുപൊടി കാണണ്ടേ. ചേച്ചി ഇന്നലെ കൊണ്ടുവന്നതാ നമ്മുടെ പുട്ടുപൊടി. ഇത് കണ്ടപ്പോൾ തന്നെ കഴിക്കണമെന്ന് തോന്നി. ഞാൻ ഭയങ്കര പുട്ടുപ്രേമിയാണേ, പുട്ടുപ്രേമിയാ. എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്ത്. അങ്ങനെ പക്ഷെ ചിരട്ടപ്പുട്ടില്ലായിരുന്നു. ഞാൻ ഇസ്രായേൽ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സംഭവം കണ്ടിട്ടേ ഇല്ല. ഇപ്പം ആദ്യമായിട്ട് ഇന്നാണ് കാണുന്നേ. അതിന് നമുക്ക് നമ്മുടെ റെജിന ചേച്ചിയെടുത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ്. ചേച്ചിക്ക് ടെല്ലവീവിൽ റൂമുണ്ട്. അവിടെ പോയി ചേച്ചി ഇന്നലെ കുറേ പാത്രങ്ങളും ഇങ്ങനത്തെ പുട്ടുപൊടി ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു. അന്നേരം നമ്മളിന്ന് എന്തുണ്ടാക്കാൻ പോവുകയാണ്? പുട്ടുപൊടി. ഇത് പുതിയ റൂം ആയതുകൊണ്ട് അത് അറിയാലോ. പുതിയ റൂമാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറവുകളൊക്കെ കാണും. ഞങ്ങൾ പയ്യെ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി എടുക്കും. അപ്പോൾ ഞാൻ എന്തായിരുന്നു പറഞ്ഞു വന്നത്? ഈ ന്യൂസ് ചാനലുകളൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടെ എന്തൊക്കെയോ നടന്നെന്ന്. പക്ഷെ ഇവിടെ അത്രയ്ക്കൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്നലെയോ? ഇന്ന് രാവിലെ ഒരു സൈറൺ അടിച്ചു, വെളുപ്പാങ്കാലത്തൊരെണ്ണം അടിച്ചു. അലേർട്ട് മാത്രമേ ഒന്നുള്ളൂ. സൈറൺ പക്ഷെ ചെറുതായിട്ട് കേട്ടായിരുന്നു. എവിടെയോ ചെറുതായിട്ട് കേട്ടു. ഞാൻ അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ കിടന്നുറങ്ങുമായിരുന്നു. ഇപ്പം നടക്കുന്ന യുദ്ധത്തിന്റെ തുടക്ക സമയത്ത്
എല്ലാം വലിയ പ്രശ്നമായിരുന്നു. അന്നും ഇസ്രായേലിൽ കരഞ്ഞൊന്നുമില്ല, പക്ഷെ വേറെ പല രാജ്യങ്ങളും കരഞ്ഞു. അതുപോലെ ഈ പ്രശ്നത്തിനാണെങ്കിലും നമ്മുടെ ഏജൻസിന്നാണെങ്കിലും ഫാമിലിന്നാണെങ്കിലും എല്ലാം പറയുന്നത് എന്താ, ഇത് അലർട്ട് കേൾക്കുമ്പോൾ നിങ്ങള് പൊക്കോ, അവരെ അവിടെ ഇരുന്നോട്ടെ എന്നാ പറയണേ. എനിക്ക് തന്നെ ഇന്നലെ എൻ്റെ ഏജൻസിയുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കും, നമ്മളെ കാണുമ്പോൾ അറിയാമല്ലോ നമ്മൾ ഇവിടുത്തെ അല്ല, ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ശ്രീലങ്കക്കാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലെയാണ്, അവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവരപ്പോഴേ നമ്മുടെ ചോദിക്കും നിങ്ങൾ സേഫ് ആണോ, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. എല്ലാം ഇന്ന് തന്നെ എത്ര പേര് എന്നോട് ചോദിച്ചെന്നറിയാം. ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെ അവര് പോകുന്ന അതേ ഷെൽട്ടറിലും അതേ ബംഗാറിലും ഒക്കെ തന്നെ നമുക്കോ, അല്ലാതെ നമുക്ക് വേറെ അങ്ങനൊന്നും അല്ല. ഇസ്രായേലിൽ ജോലി ചെയ്ത് നമുക്കും ഇസ്രായേലില് ഉള്ളവരുടെ അതേ ഇത് നമുക്കും ഉണ്ട്, സ്വാതന്ത്ര്യമായിട്ട് എല്ലാം ഉണ്ട്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മളെ പോലെ ഉള്ള ജോലി പോയി ചെയ്യുമ്പോൾ ഫാമിലിയെ കൊണ്ടുപോകാം, ആളെ പൈസ, ആ ഒരു ഇത് മാത്രമേ ഇസ്രായേലാണ്. നമ്മൾ ഇസ്രായേൽ നന്നായിരുന്നെങ്കിൽ അത് ചിലപ്പം അങ്ങനെ ആലോ ചെയ്യാത്ത ഫാമിലി ആലോ ചെയ്യാത്ത, ഇത് ചെറിയ രാജ്യമല്ലേ, ഇനിയിപ്പോ പുറത്തൊന്നും കൂടി ആൾക്കാർ വന്ന് തങ്ങിക്കഴിഞ്ഞാൽ തീരും. ഇസ്രായേലിന് മാത്രമുള്ളത്, അതുകൊണ്ട് നമ്മളിപ്പോലെ മറ്റൊരു രാജ്യങ്ങളിൽ പോയിട്ട് സെറ്റിൽഡ് ആവാനൊന്നും ഇസ്രായേലിൽ സമ്മതിക്കില്ല. അത് നല്ല കാര്യമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ സെറ്റിൽ ആവാൻ ഇഷ്ടം, അല്ലാതെ യൂറോപ്യൻ കൺട്രിയിൽ പോകാൻ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. അന്നേരം എനിക്ക് ഏറ്റവും പറ്റിയ രാജ്യം ഇസ്രായേലല്ലേ. നമ്മുടെ പുട്ടിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇന്ന് ഞാൻ രാവിലെ അങ്ങോട്ട് ഫേസ്ബുക്ക് തുറന്നപ്പോഴത്തേക്ക് ഒരു ഫോട്ടോ കണ്ടു കേട്ടോ. അത് കണ്ടിട്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ടെല്ലവീവ് എല്ലാം കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞങ്ങ് കിടക്കുക. ചെറിയ ചെറിയ ബിൽഡിങ്ങിലൊക്കെ പരിസരമുണ്ട്, പക്ഷേ ഇത് പറഞ്ഞാൽ തകർന്നു വീണ്ടൊന്നുമില്ല. അതുപോലെ ഹൈഫൈലാണേലും ഹൈഫൈലാണ് ഇച്ചിരി കൂടി മിനിയാഴ്ച അറ്റാക്കില് ബിൽഡിങ്ങുകളൊക്കെ ഇച്ചിരി പറ്റിയത്. ഇന്നിപ്പോ ഒന്ന് മൊത്തം ഇടിഞ്ഞ് വീഴും, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ആ ഫോട്ടോ ഒന്ന് കാണണം, ഞാൻ ഇത് ഇടാൻ കേട്ടോ. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് ഇടിഞ്ഞ പലസ്തീനൊക്കെ പൊളിഞ്ഞു നടന്നില്ല, അതേപോലെ ഒരു ഫോട്ടോ. അവിടത്തേക്ക് എടുത്തിട്ട് ഗാസയ്ക്കൊക്കെ ഈ തുറന്ന സമയത്ത് ഇവര് അരിപ്പ പോലെ ആക്കിയില്ലായിരുന്നു, അതൊക്കെ എടുത്തിട്ട് ഇസ്രായേലിലായിരുന്നു. അതോ ഇനി വല്ല എഡിറ്റിംഗ് ആണെന്ന് അറിയത്തില്ല, അങ്ങനത്തെ ഒരു ഫോട്ടോയും കണ്ടു. സത്യത്തിൽ ഇതൊന്നും ഇവിടെ നടക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന ഇതിന്റെ പകുതിയുടെ പകുതി പോലും അങ്ങനെ ആയിട്ടില്ല. ഇന്നലെ ചേച്ചി ടെല്ലവീവ് പോയിട്ട് വന്നതാ. ചേച്ചി ഇതൊന്നും കണ്ടിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. ടെല്ലവീവ് ആണെങ്കിൽ ഇപ്പൊ ചേച്ചി ടെല്ലവീവ് വരെ ബസ്സിൽ കയറി പോകണമെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നൊരു സ്ഥലത്ത് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇന്നലെ ഞാൻ ഇവിടെ മൊത്തം കറങ്ങുമായിരുന്നു ബസ്സിൽ. ഞാൻ അതിട്ട് ഇടാം. ആൾക്കാരും കൊച്ചു പിള്ളേരും വയസ്സായവരും എല്ലാം റോഡിൽ കൂടെ അടിച്ചു പൊളിച്ച് ചിരിച്ചു പോവുക. അത്രയൊക്കെ തന്നെ ഉള്ളു. പിന്നെ അവര് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ബംഗറി കയറണമെന്ന് അവർ അതേപോലെ ഇവിടുത്തെ റൂൾസുകളെല്ലാം പാലിക്കുന്ന ആൾക്കാരാണ്. ഡ്രൈവിങ്ങിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. നമ്മളത് കണ്ടുപിടിച്ച് നമ്മളും അങ്ങനെ ആയിപ്പോവും. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ സൈറൻ കേട്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ബംഗർ എന്തുവാന്ന് കാണും. ഞാൻ വിചാരിച്ചോണ്ട് നേരെ ഗുഹയും കാണുമെന്ന്. പക്ഷെ കണ്ടപ്പോൾ നമ്മുടെ വീട് പോലെ തന്നെ. ഞാൻ നിർബന്ധിച്ചു കൊണ്ട് ഇവന്റെ ചിരി കേട്ടിട്ട് ആരും ഞെട്ടല്ല, ഞാൻ അങ്ങനെ ചിരിക്കുന്നത്. ചേച്ചി ബംഗറി പോത്തേയില്ല. ഞാൻ അങ്ങനെ നിർബന്ധിച്ച് ചേച്ചി ഇത്തവണ എന്തൊക്കെ ഭയങ്കര സംഭവങ്ങളൊക്കെ നടക്കുക വെച്ചാൽ നമുക്ക് എന്തായാലും പോകാം, നമ്മൾ പോവാതിരുന്നിട്ട് ഇനി ഒന്നും ഉണ്ടാവണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോഴാണ് ചേച്ചിയും മറ്റേ അവരും എല്ലാവരും വന്നത്. പിന്നെ അത് മാത്രമല്ല, ബംഗർ എന്തോന്നൊന്ന് കാണണമെന്നും കൂടി ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടും കൂടി ഞാൻ പോയത്, ഞങ്ങൾ രണ്ടും പോയത്. പിന്നെ പിറ്റേന്ന് ഇതേപോലെ അലാറം അടിച്ച ചേച്ചി പറയുന്നത്, ചേച്ചി ഞാനിങ്ങനെ ചേച്ചി അലാറം വരുന്നു നമുക്ക് പോകുന്ന ചേച്ചി പറയാം പോകണ്ടേ പോയി കിടന്ന് ഉറങ്ങാൻ. അന്നേരം ഞാനും കിടന്നങ്ങ് ഉറങ്ങിയത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം രാവിലെയും വൈകിട്ടും ഇല്ല ഗുളിക കഴിക്കത്തില്ല, അതേപോലെ രാവിലെയും വൈകിട്ടും ഓരോന്ന് രോഗം വരുന്നുണ്ട്. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാറില്ല, ഇവിടുത്തെ ആൾക്കാരും മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് പണികളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ, കേട്ടില്ലേ, കണ്ടോ, ഇവിടുത്തെ ജോലിയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സ്കൂളില്ല, ഹോസ്പിറ്റലില്ലെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളല്ലേ അത്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹോസ്പിറ്റലുകളുണ്ട്, ക്ലിനിക്കുകളൊക്കെ ഇല്ലേ, ചെറിയ ചെറിയ ക്ലിനിക്കുകളൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. അത്യാവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. സ്കൂളില്ല, പക്ഷെ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് സ്കൂൾ കാണത്തില്ല.
അതിപ്പോ ഒരാഴ്ചക്കുള്ളിൽ എല്ലാം ഓക്കെ ആവും. പുട്ടും പഴമൊക്കെ കഴിച്ചിട്ട് വരാവേ.